ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഇൻ ഹാർമണി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ആക്ടിവിറ്റി നമ്പർ 1, ഐഡന്റിഫൈ അപ്രോപ്രിയേറ്റ് pairs ഓഫ് വേർഡ്സ് ഫ്രം ദി ടേബിൾ. അപ്പോൾ എന്താണ്, ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം, എന്നിട്ട് എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കാം. ബീസ്, സ്നേക്ക്, ക്ലോക്ക്, ബേബി, ബെൽസ്, ലീവ്സ്, ഹിസ്റ്റ്, ഗിഗിൾഡ്, ജിംഗിൾഡ്, ടിക്ഡ്, ബസ്റ്റ്, റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വേർഡ്സ് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ കുറച്ച് തിങ്സ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ കുറച്ച് ക്രീച്ചേഴ്സ്, ലിവിങ് ഓർഗാനിസത്തിൻ്റെ പേരും അതേപോലെ കുറച്ച് തിങ്സിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലിവിങ് ക്രീച്ചേഴ്സ് അല്ലെങ്കിൽ തിങ്സ് ഉണ്ടാക്കുന്ന സൗണ്ട്സിൻ്റെ വേർഡ്സും കൂടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് അത് എടുത്തെഴുതേണ്ടത് എന്ന് വെച്ചാൽ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ബീസ് ബസ്ഡ്. ഓക്കെ, ബീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറിയ ഇൻസെക്ട്സ് അല്ലേ. അപ്പൊ ഇൻസെക്ട്സ് ഉണ്ടാക്കുന്ന സൗണ്ട്സ് ആണ്, സൗണ്ടിന്റെ ഒരു പേരാണ് എന്താ, ബസ്ഡ് എന്ന്. നമ്മൾ ബീസ് എപ്പോഴും ബസ് ചെയ്യുക, എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ടാക്കുന്നതിനാണ് ബസ്ഡ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ബീസ് ബസ്ഡ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ വേറെ കുറച്ച് തിങ്സിന്റെ പേരും കൊടുത്തിട്ടുണ്ട്. ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്, തിങ്സ് ആണ്, നോൺ ലിവിങ് തിങ് ആണ്. അതേപോലെ സ്നേക്സ്, കുറച്ച് ക്രീച്ചേഴ്സിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ലിവിങ് തിങ്സ് നോൺ ലിവിങ് തിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സൗണ്ട്സ് നമ്മൾ എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ, സ്നേക്സ്. ഓക്കെ, സ്നേക്ക് എന്ത് സൗണ്ടാണ് ഉണ്ടാക്കുക, സ്നേക്ക് ഉണ്ടാക്കുന്ന സൗണ്ടിന് നമ്മൾ പറയുന്നതാണ് ഹിസ്ഡ്. ഓക്കെ, ഹിസ് സൗണ്ട് ആണ് ഉണ്ടാക്കുക. സ്നേക്സ് ഹിസ് സൗണ്ട് ആണ് ഉണ്ടാക്കുക. പിന്നെ ക്ലോക്ക് എന്താണ്, ക്ലോക്ക് ഇങ്ങനെ, ക്ലോക്കിന്റെ സൂചി എന്താണ്, ടിക് 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 എന്ന് പറഞ്ഞിട്ട് ഓരോ സെക്കൻഡും ഇങ്ങനെ മൂവ് ചെയ്ത് ഓരോ സെക്കൻഡും പാസ് ഡൗൺ ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറയുക ക്ലോക്കിനെ, ക്ലോക്ക് ടിക്ഡ് എന്നാണ് പറയുക. ഓക്കെ, ടിക്ഡ്. പിന്നെ ബേബി, ബേബി എന്ന് പറഞ്ഞാൽ എന്താണ്, കുഞ്ഞു വാവയാണ്. ഓക്കെ, കുഞ്ഞു വാവ എന്താണ് ചെയ്യുക, ഗിഗിൾഡ്. ഓക്കെ, ഗിഗിൾഡ്. ഗിഗിൾഡ് എന്ന് പറഞ്ഞാൽ എന്താ, ചിരിച്ചു, എന്താ പറയുക, ഇങ്ങനെ ചെറിയ ചെറിയ പുഞ്ചിരിക്കുക, അങ്ങനെയാണ് ഗിഗിൾഡ്. ഓക്കെ, പിന്നെ ബെൽസ്. ബെൽസ് എന്താണ്, ഈ ബെൽസ് നമുക്ക് എപ്പോഴും ജിംഗിൾഡ് ആണ്. അതെങ്ങനെയാണ് നമ്മൾ ഓർത്ത് വെക്കുക, ക്രിസ്മസിന് ഒരു ഫേമസ് ആയിട്ടുള്ള സോങ് ഉണ്ട്, ജിംഗിൾ ബെൽസ് ജിംഗിൾ ബെൽസ്. അപ്പം അതിലെന്താണ്, ജിംഗിൾ ബെൽസ്, കിലുങ്ങുക, ബെല്ലുകൾ, മണികൾ കിലുങ്ങുക എന്നാണ് അതിന്റെ അർത്ഥം വരിക. ബെൽസ് ജിംഗിൾഡ്. ഓക്കെ, പിന്നെ എന്താണ്, ലീവ്സ്. ലീവ്സ് എന്താ ചെയ്യുക, റിസൾട്ട് എന്നാണ് നമ്മൾ പറയുക. ഇവിടെ ടി സൈലന്റ് ആണ് എന്ന് പറഞ്ഞാൽ കാറ്റത്ത് ചെറുതായിട്ട് അനങ്ങുന്നതിനാണ് നമ്മൾ റിസൾട്ട് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഈ ആക്ടിവിറ്റി ഇത് സിമ്പിൾ ആണ്. എന്താണ്, ഓരോ ക്രീച്ചേഴ്സ് അല്ലെങ്കിൽ ഒരു നോൺ ലിവിങ് തിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്നേക്സ് ഹിസ്ഡ്, ക്ലോക്ക് ടിക്ഡ്, ബേബി ഗിഗിൾഡ്, ബെൽസ് ജിംഗിൾഡ്, ലീവ്സ് റിസൾട്ട്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഈ ആക്ടിവിറ്റി മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് എങ്ങനെ എഴുതേണ്ടതെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ ഇതുപോലെ എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രോവിൻ്റെ മനസ്സിലുള്ള ഐഡിയ വേറെ എന്തെങ്കിലും ഐഡിയയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കത് എഴുതാവുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് നോക്കാം. ആക്ടിവിറ്റി എന്താണ്, ആക്ടിവിറ്റി നമ്പർ 3, ഒബ്സർവ് ദി പിക്ചർ, ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. എന്താണ്, ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ആ ചിത്രത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ്, ഇവിടെ ഒരു എന്താണ്, സൈലന്റ് ആയിട്ടുള്ള ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ, ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്, ഇവിടെ ലഷി ഗ്രീൻ ട്രീസ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ എന്താണ്, ഒരു ഡോഗ് ഇതിൽ ഓടി കളിക്കുന്നുണ്ട്, പിന്നെ എന്താണ്, ഒരാൾ ഇവിടെ ഇരുന്നിട്ട് എന്താണ്, ഈ റിവർ സൈഡ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയാം, സ്ട്രീം എന്ന് പറയാം. അപ്പോൾ ഈ സ്ട്രീമിൻ്റെ അടുത്തിരുന്നിട്ട് ഒരാൾ ഫിഷിങ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, പിന്നെ എന്താണ്, ഒരു പശു ഈ സ്ട്രീമിൽ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. അതുപോലെ എന്താണ്, ഒരാൾ തോണി തുഴഞ്ഞ് ഈ സ്ട്രീമിൽ കൂടെ പോകുന്നുണ്ട്. പിന്നെ എന്താണ്, കുറേ ബട്ടർഫ്ലൈസും ഫ്ലവേഴ്സൊക്കെ ഉള്ള ഒരു നല്ലൊരു പ്ലേസിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ഓരോന്ന് ചെയ്യുന്നത്, ഒരാൾ എന്താണ് തോണിയിൽ പോകുന്ന കാര്യം എഴുതാം, പിന്നെ വേറൊരാൾ ഫിഷിംഗ് ചെയ്യുന്ന കാര്യം എഴുതാം, പിന്നെ എന്താണ് പശു വെള്ളം കുടിക്കുന്നതായിട്ട് എഴുതാം, പട്ടിക്കുട്ടി ഇതിൽ ഓടിക്കളിക്കുന്നതായിട്ട് എഴുതാം, പിന്നെ എന്താണ് ഒരു സ്ട്രീം ഒഴുകുന്നതായിട്ട് എഴുതാം. ഫസ്റ്റ് നമ്മൾ ഇങ്ങനത്തെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ചിത്രം നോക്കിയിട്ട് അത് നിങ്ങൾ മലയാളത്തിൽ മനസ്സിൽ പറഞ്ഞു നോക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, അതിനെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ പിക്ചറിൽ നിന്ന് എന്തൊക്കെ എഴുതാം എന്ന് നമുക്ക് നോക്കിയാലോ. ദിസ് ഈസ് എ പീസ്ഫുൾ വില്ലേജ് സൈഡ് വ്യൂ. എന്താണ്, ഒരു സമാധാനമായിട്ടുള്ള ഒരു ഗ്രാമത്തിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എ മാൻ ഇസ് സിറ്റിംഗ് ഓൺ ദ റോക്ക് ആൻഡ് ഫിഷിംഗ് ബൈ എ ട്രീ. ഓക്കെ, അപ്പം എന്താണ്, ഒരാൾ ഈ മരച്ചോട്ടിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് എന്താണ് ഫിഷിംഗ് ചെയ്യുകയാണ്. ഓക്കെ, അനദർ മാൻ ഇസ് ബോട്ടിംഗ് ത്രൂ ദ സ്ട്രീം. അപ്പം എന്താണ്, ഒരാൾ തോണി തുഴഞ്ഞ് പോകുകയാണ്. അങ്ങനെ അതിനെങ്ങനെ എഴുതാം, അനദർ മാൻ ഇസ് ബോട്ടിംഗ് ത്രൂ ദ സ്ട്രീം. പിന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എ കൗ ഇസ് ഡ്രിങ്കിങ് വാട്ടർ. എന്താണ്, ഒരു പശു ഇവിടെ ഈ സ്ട്രീമിൽ നിന്ന് വെള്ളം കുടിക്കുകയാണ്. എ ഡോഗ് ഇസ് റണ്ണിങ് എറൗണ്ട്. അപ്പം എന്താണ്, ഒരു പട്ടിക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ്. The stream is surrounded by big trees, shrubs and beautiful flowers. അപ്പം എന്താണ്, ഈ സ്ട്രീമിൻ്റെ ചുറ്റും എന്താണ് ബിഗ് ട്രീസ് ഉണ്ട്, എന്താണ് ബുഷസ് ഉണ്ട്, ഷ്രബ്സ് ഉണ്ട്, പിന്നെ എന്താണ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഇങ്ങനെ എഴുതാം. പിന്നെ നിങ്ങൾക്ക് ഇലാബറേറ്റ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് എഴുതാം. അപ്പം എക്സാമിനൊക്കെ നിങ്ങൾക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നോർമലി വരാറ്. അപ്പോൾ ഒരു പിക്ചർ തന്നിട്ട് അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്യുക, അല്ലെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത് എഴുതാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Activity number 4. Some pictures from the story are given in column A. അപ്പോൾ എന്താണ്, കോളം എയിൽ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. മാച്ച് ദം വിത്ത് ദ ഇവൻറ്റ്സ് ഇൻ കോളം ബി. അപ്പോൾ എന്താണ്, ഈ ബിയിൽ കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ സെൻറ്റൻസ് ഈ പിക്ചറായിട്ട് സിമിലർ ആയിട്ടുള്ള സെൻറ്റൻസ് വെച്ചിട്ട് നമുക്ക് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്, ഇവിടെ ഒരു നെസ്റ്റ് നിലത്ത് വീണ് കിടക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ crow got caught under a fallen branch. അതാണോ? അല്ല. The nest fell down. അത് കറക്റ്റ് ആണ്. എന്താണ്, ഒരു കൂട് നിലത്ത് വീണ് കിടക്കുകയാണ്. The nest fell down. ഓക്കെ, ബി എന്താന്ന് നോക്കാം. ഇവിടെ എന്താ, റോക്കി പപ്പി എന്താണ്, ആ ബ്രാഞ്ച് വലിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഇമേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ അല്ല, സെക്കൻഡ് വൺ അല്ല. ഇത് ബ്രാഞ്ച് ഓഫ് ദ ട്രീ ബ്രോക്ക് ഇൻ ദ വിൻഡ്. അതാണോ? അല്ല. The Rocky saved the mother crow. കറക്റ്റ് ആണ്. എന്താണ്, റോക്കി പപ്പി ഈ ബ്രാഞ്ച് നീക്കിയിട്ട് ഈ ക്രോനെ രക്ഷപ്പെടുത്തുന്ന ഒരു സീനാണ്. അപ്പം എന്താണ്, ദ റോക്കി സേവ്ഡ് ദ മദർ ക്രോ. അപ്പം എന്താണ്, ബി പിക്ചർ ഓക്കെ ബി ആണ്. ഓക്കെ, അപ്പം ഇവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, സി എന്താണ്, ക്രോ എന്താണ്, കാറ്റത്ത് ബ്രാഞ്ച് വീണതിൻ്റെ അടിയിൽ കുടുങ്ങിപ്പോയ ഒരു ഇമേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് എന്താ, ഇത് ഫസ്റ്റ് വൺ ആണ്. ദ ക്രോ ഗോട്ട് കോട്ട് അണ്ടർ എ ഫോളൻ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മരച്ചില്ല നിലത്ത് വീണപ്പോൾ അതിൻ്റെ അടിയിൽ അകപ്പെട്ടു പോയി. ഓക്കെ, പിന്നെ ഡി എന്താണ്, ഒരു മരച്ചില്ല മരത്തിൽ നിന്ന് എന്താണ് പൊട്ടി താഴെ വീഴുന്ന ഒരു ഇമേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എന്താണ്, ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ ബ്രോക്ക് ഇൻ ദ വിൻഡ്. ഓക്കെ, അപ്പം എന്താണ്, റൈറ്റ് ഡൗൺ ഇത് ഇവൻറ്റ്സ് ഇൻ യുവർ നോട്ട്ബുക്ക് ഇൻ ഓർഡർ. അപ്പം എന്താണ്, ഈ ഓർഡറിൽ എ ബി സി ഡി എന്നുള്ള ഓർഡറിൽ ഇവിടെ ഷഫിൾ ചെയ്തുള്ള സെൻറ്റൻസ് എന്താണ് ഓർഡറിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോയാലോ കൂട്ടുകാരെ. അടുത്ത ആക്ടിവിറ്റി എന്താണ്, ആക്ടിവിറ്റി നമ്പർ 5 ആണ്. ഡയലോഗ്സ് ഓഫ് സം ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി ആർ ഗിവൻ ബിലോ. ഐഡന്റിഫൈ ദ സ്പീക്കർ. അപ്പം എന്താണ്, നമ്മുടെ സ്റ്റോറിയിലുള്ള കുറച്ച് ഡയലോഗ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താ, പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. ഈ ഒരു ഡയലോഗ് ആരാണ് പറയുന്നത് എന്ന് കൂട്ടുകാരെന്നൊന്ന് ഓർത്തോക്ക്. പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. പിന്നെ നെക്സ്റ്റ് വൺ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ലീവ് മീ ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്യുറൽ. ആരാണ് സ്ക്യുറലിനെ പിടിക്കാൻ വേണ്ടി ഓടിയത്? ഓക്കെ, ഹെൽപ്പ് മീ ഹെൽപ്പ് മീ. ഹെൽപ്പ് മീ ഹെൽപ്പ് മീ എന്ന് പറഞ്ഞാൽ ആരാണ് യെല്ല് ചെയ്തത്?
ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ എന്ന് നമ്മുടെ സ്റ്റോറിയിൽ പറഞ്ഞ ആരാണ്? റോക്കി പപ്പിയാണ്. പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ അത് ഏത് ടൈമിലാണ് പറഞ്ഞത്? കിടന്നുറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ കാക്ക വന്ന് ശല്യപ്പെടുത്തിയപ്പോഴാണ് എന്താണ് റോക്കി പപ്പി പറഞ്ഞത്? പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. ഓക്കെ, പിന്നെന്താണ്? ലീവ് മീ ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്യൂറൽ. അപ്പം റോക്കി പപ്പി നോക്കുമ്പം ഒരു ക്യാറ്റ് സ്ക്യൂറലിനെ എന്താണ് ചേസ് ചെയ്തുകൊണ്ട് ഓടുന്ന കണ്ടു. ഓക്കെ, അപ്പം എന്താണ് സ്ക്യൂറൽ പറഞ്ഞത്? ലീവ് മീ ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്യൂറൽ എന്ന് ക്യാറ്റ് റോക്കി പപ്പിയോട് പറയാണ്. പിന്നെന്താ? ഹെൽപ്പ് മീ എന്ന് ആരാണ് ഒച്ചത്തിൽ കരഞ്ഞത്? ദ മദർ ക്രോ ആണ്. ഓക്കെ, മഴ വന്ന് അവരുടെ കൂടൊക്കെ നിലത്ത് വീണപ്പോൾ എന്താണ് ഹെൽപ്പ് മീ എന്ന് കരഞ്ഞ ആരാണ്? മദർ ക്രോ ആണ്. ഓക്കെ, ഇത് ഈസിയാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് എഴുതാവുന്നതാണ്. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. ആക്ടിവിറ്റി നമ്പർ 6. റീഡ് ദ റിഡൽസ് ഗിവൺ ബിലോ, മേക്ക് സ്യൂട്ടബിൾ റിഡൽസ് ആൻഡ് റൈറ്റ് ഇൻ സ്പേസ് പ്രൊവൈഡഡ്. അപ്പോൾ എന്താണ് ഇവിടെ റിഡിൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് മുന്നേ നമ്മൾ റിഡിൽസ് ഓരോരോ യൂണിറ്റ്സിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഈസിയാന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ള റിഡിലാണ് പീകോക്കിൻ്റെ ഒരു റിഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കിയാലോ. ഐ ഹാവ് ലോങ് ഫെദേഴ്സ്. കറക്റ്റ് അല്ലേ? മയിലിന് ലോങ് നീളമുള്ള എന്താണ് പീലികളുണ്ട്. ഐ ഡാൻസ് ഇൻ ദ റെയിൻ. മഴ വരുമ്പം ഡാൻസ് കളിക്കുന്ന ആരാണ്? പീകോക്കാണ്. ഐ എം വെരി ബ്യൂട്ടിഫുൾ. എന്താണ്? മയിൽപ്പീലി കാണാൻ നല്ല രസമുള്ളതാണ്. ഐ എം വെരി ബ്യൂട്ടിഫുൾ. ഹൂ ആം ഐ? പീകോക്ക്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നെക്സ്റ്റ് ഉള്ളത് ഇമേജസ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മളോട് റിഡിൽസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കിയാലോ. അപ്പം ഇവിടെയും ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത് വുഡ് പെക്കറിൻ്റെ. അപ്പം എന്താണ്? മൈ ബീക്ക് സ്ട്രോങ്. എൻ്റെ ബീക്ക് സ്ട്രോങ് ആണ്. എന്താണ്? മരം കൊത്തി എപ്പോഴും കൊക്ക് വെച്ചിട്ടാണ് മരത്തിൽ ഓട്ട ഉണ്ടാക്കുക, അല്ലെങ്കിൽ മരത്തിലുള്ള എന്താണ് ഇൻസെക്ട്സിനെയും പുഴുക്കളെയൊക്കെ തിന്നുന്നത്. അപ്പം മൈ ബീക്ക് സ്ട്രോങ്. ഐ പെക്ക് ഓൺ ട്രീസ്. ഞാൻ എന്താണ് പെക്ക് ചെയ്യുക? വുഡ് പെക്കർ പെക്ക് ചെയ്യുക എന്നാ പറയുക. ട്രീയിൽ ഇങ്ങനെ കൊത്തുന്നതിന്, അല്ലെങ്കിൽ അതിൻ്റെ കൊക്ക് വെച്ചിട്ട് ട്രീയിൽ കൊത്തുന്നതിന് എന്താ പറയുക? പെക്ക്. ഐ പെക്ക് ഓൺ ട്രീസ്. ഐ ഹാവ് എ ഫെദർ ക്രൗൺ. എന്താണ്? തലയിലൊരു കിരീടമുണ്ട്, തൂവൽ കൊണ്ടുണ്ടാക്കിയ കിരീടമുണ്ട്. ഹൂ ആം ഐ? വുഡ് പെക്കർ. ഓക്കെ, അപ്പോൾ ഇതേപോലെ 2 എക്സാമ്പിളാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഒന്ന് പീകോക്കിൻ്റെയും ഒന്ന് വുഡ് പെക്കറിൻ്റെയും. അപ്പോൾ അടുത്തത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് ഡോഗിൻ്റെ ഒരു റിഡിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ റിഡിൽസ് എന്ന് പറയുമ്പം എന്താണ് ടെൻഷൻ അടിക്കുകയേ ചെയ്യരുത്. ഓക്കെ, എന്താണ് ഗിവൺ എന്താണ് ഇമേജ് എന്ന് നോക്കുക. അത് റിലേറ്റഡ് ആയിട്ട് അതിൽ ഇപ്പോൾ ഇവിടെ ഡോഗാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡോഗിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് എഴുതി കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്താക്കാം ഡോഗിൻ്റെ ഒരു റിഡിലിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഇതിൽ മെയിൻ ക്യാരക്ടർ എന്താ? ഡോഗിൻ്റെ 4 legs ഉണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം ഐ ഹാവ് 4 legs. ഓക്കെ, ഐ എം പ്ലേഫുൾ വിത്ത് കിഡ്സ്. അപ്പം എന്താണ്? ഒരു വീട്ടിൽ പട്ടി ഉണ്ടെങ്കിൽ ആ പട്ടി കുട്ടികളോട് ഭയങ്കരമായിട്ട് എന്താണ് അറ്റാച്ച്മെൻറ്റ് കാണിക്കും. അവരുടെ കൂടെ ഇങ്ങനെ ഓരോ കുസൃതിത്തരം കാണിച്ചുകൊണ്ടിരിക്കും. അതാണ് ഐ ആം പ്ലേഫുൾ വിത്ത് കിഡ്സ് എന്ന് പറയുന്നത്. ഐ ഗാർഡ് മൈ ഓണേഴ്സ് ഹോം. എൻ്റെ ഓണറിൻ്റെ ഹോം ഞാൻ എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ സംരക്ഷിക്കും. ഐ ഗാർഡ് മൈ ഓണേഴ്സ് ഹോം. ഐ വാഗ് മൈ ടെയിൽസ് വെൻ സീയിങ് ദ ഓണർ. അപ്പം എന്താണ്? ഓണറിനെ കാണുമ്പോൾ പട്ടി എപ്പോഴും ചെയ്യുന്ന കാര്യം എന്താണ്? വാലാട്ടും. ഹൂ ആം ഐ? എന്താണ്? ഡോഗ്. ഓക്കെ, അപ്പം സിമ്പിളായിട്ട് റിഡിൽസ് എഴുതാവുന്നതാണ്. അപ്പം എന്താണോ നിങ്ങൾക്ക് ക്യാരക്ടർ കൊടുത്തിരിക്കുന്നത് ആ ക്യാരക്ടറിൻ്റെ മെയിൻ ക്യാരക്ടർ നിങ്ങൾ മനസ്സിലോർക്കുക. എന്നിട്ട് അത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റിഡിൽസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് റിഡിൽ നോക്കിയാലോ. നെക്സ്റ്റ് റിഡിൽ എലിഫൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് എലിഫൻ്റിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് ഓർക്കുക. എന്താണ്? ലോങ് ട്രങ്ക് ഉണ്ട്, ബ്ലാക്ക് കളറാണ്. ഓക്കെ, വലിയ ചെവിയുണ്ട്, പിന്നെ കാട്ടിലാണ് കാണുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലോർത്താൽ മതി. എന്നിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റിയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. നോക്കിയാലോ. ഐ ഹാവ് എ ലോങ് ട്രങ്ക്. വേറെ ആനിമൽസിനൊന്നും അധികം കാണാത്തൊരു എന്താണ് ക്യാരക്ടറാണ്. ഐ ഹാവ് എ ലോങ് ട്രങ്ക്. ഐ ഓൾവേസ് ഫ്ലാപ്പ് മൈ 2 big ears. അപ്പം എന്താണ്? എപ്പോഴും ഞാൻ എൻ്റെ ചെവി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, കാറ്റത്ത് ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്ത് ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും. അതെന്തിനാണ് എലിഫൻ്റ് എപ്പോഴും ചെവി ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുന്നത്? അവരുടെ ബോഡിയിലുള്ള ഹീറ്റ്, ബ്ലാക്ക് കളർ ബോഡി ആയത് കാരണം ബോഡിയിലുള്ള ഹീറ്റ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? ആന ചെവി ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്യുക അല്ലെങ്കിൽ അനക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഐ ആം സീൻ ഇൻ തിക്ക് ഫോറസ്റ്റ് ഇൻ ബ്ലാക്ക് കളർ. എന്താണ്? കാട്ടിൽ തന്നെ എന്താണ് ബ്ലാക്ക് കളറിലാണ് കാണപ്പെടുന്നത്. മൈ വെയിറ്റ് ഇസ് 5000
kg എന്ന് പറഞ്ഞാൽ എന്താ, ഇത് വേണമെന്നില്ല, ഇത്രയും എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് റിഡിലായിട്ടുണ്ട്. ഹു ആം ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, എലിഫന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈസിയാണ് റിഡിൽസ് ക്രിയേറ്റ് ചെയ്യാൻ. കൂട്ടുകാര് റിഡിൽസ് എഴുതണല്ലോ, ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല, വെരി സിമ്പിൾ ആണ്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. അടുത്തൊരു ആക്ടിവിറ്റി ആണ്, ആക്ടിവിറ്റി നമ്പർ 7. ഹിയർ ആർ the pictures of some animals and their young ones. അപ്പൊ എന്താണ്, ഇവിടെ കുറച്ച് ആനിമൽസും അതിന്റെ യങ് വൺസിന്റെയും ഇമേജസ് കൊടുത്തിട്ടുണ്ട്. ഐഡന്റിഫൈ them and write the missing words in the space given. One is done for you. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കൗ, കൗ ആണ്, പശു, പശു കൗ ആണ്. കൗവിന്റെ ചെറിയ പശുക്കുട്ടീനെ നമ്മൾ എന്താണ് പറയാ, കാഫ്. ഓക്കെ, കാഫ് എന്നാണ് പറയാ. ഓക്കെ, കാഫ്, ഇറ്റ്സ് പ്രൊനൗൺസ്ഡ് as കാഫ്. നെക്സ്റ്റ് വൺ, ഇവിടെ ഡോഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡോഗിന്റെ പട്ടിക്കുഞ്ഞുങ്ങൾ എന്താണ് പറയുക, പപ്പി. ഓക്കെ, പപ്പി, കൗ, കാഫ്, ഡോഗ്, പപ്പി. നെക്സ്റ്റ് നമുക്ക് നോക്കിയാലോ. നെക്സ്റ്റ് ക്യാറ്റ്, ക്യാറ്റിന്റെ പൂച്ചക്കുട്ടികളെ നമ്മൾ എന്താ പറയാ, കിറ്റൻസ്. ഓക്കെ, കിറ്റൻസ്, കിറ്റൻസ് എന്നാണ് പൂച്ചക്കുട്ടികളെ പറയാ. ആട്ടുംകുട്ടി, ഗോട്ട്, ഗോട്ടിന്റെ കുഞ്ഞുങ്ങൾ നമ്മളെ കിഡ് എന്നാണ് പറയാ. ഇവിടെ നമ്മൾ എന്താണ്, അഡൽട്ടിന്റെ പേരാണ് ഇവിടെ എഴുതാൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്താണ്, ആടാണ്, ഗോട്ട്. നെക്സ്റ്റ് വൺ, ചിക്സ്. ചിക്സ് നമ്മൾ നോർമലി ബേർഡ്സിന്റെ എന്താ, നോർമലി ബേർഡ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് ചിക്സ് എന്നാണ്. ഓക്കെ, നമുക്ക് ഹെന്നിനെ നമ്മൾ ചിക്സ് എന്ന് പറയും, ക്രോയിന്റെ നമ്മൾ ചിക്സ് എന്ന് പറയും. ഓക്കെ, അപ്പം ക്രോയിന്റെ എന്താണ്, ചിക്സ് ആണ്. ഓക്കെ, ക്രോ, ചിക്സ്. പിന്നെ ഓൾ, ഓളറ്റ്. അപ്പൊ എന്താണ്, മൂങ്ങ, മൂങ്ങേന്റെ കുട്ടികൾ നമ്മൾ ഓളറ്റ് എന്ന് പറയും. മൂങ്ങേനെ നമ്മൾ എന്ത് പറയും, ഓൾ എന്ന് പറയും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ലെറ്റ്സ് റീഡ് എ പോം ആൻഡ് റിസൈറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹാപ്പിനെസ് എന്നാണ് പോമിന്റെ പേര്. എഴുതിയിരിക്കുന്നത് മച്ചോണ ദിൽവായോ ആണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് പോം ഒന്ന് വായിച്ചു നോക്കാം. എ സീഡ് is happy when it becomes a root. A root is happy when it becomes a bud. A bud is happy when it becomes a stem. And stem is happy when it becomes a flower. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ ഒരു പോം കൊടുത്തിരിക്കുന്നത്, എന്താണ്, വിത്ത്. എ സീഡ് ഇസ് ഹാപ്പി, ഒരു വിത്ത് എപ്പോഴാണ് സന്തോഷമാവുന്നത്, അത് നട്ട് അതിന്റെ വെള്ളവും ന്യൂട്രിയൻസ് ഒക്കെ എടുത്ത് അതിൽ നിന്നൊരു വേര് ഉണ്ടാകുമ്പോഴാണ് വിത്ത് സന്തോഷിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതിൽ നിന്ന് വേര് വന്നു. അപ്പൊ വേര് എപ്പോഴാണ് ഹാപ്പി ആവുക, വേരിൽ നിന്ന് ഒരു ബഡ്, ഒരു ചെറിയ ഇല പൊട്ടിമുളച്ച് മേലേക്ക് വരുമ്പോഴാണ് എന്താണ്, റൂട്ട്സ് ഹാപ്പി ആവുന്നതെന്ന് പറയുന്നത്. ബഡ്സ് എപ്പോഴാണ് ഹാപ്പി ആവുന്നത്, ബഡ് അത് അതിന്റെ ന്യൂട്രിയൻസ് ഒക്കെ റൂട്ടിലൂടെ വലിച്ചെടുത്ത് സമയമെടുത്ത് ആ ബഡ് എന്തായിട്ട് മാറുമ്പോഴാണ്, ഒരു തണ്ട്, ഒരു സ്റ്റെം ആയി മാറുമ്പോഴാണ് ബഡ് ഹാപ്പി ആവുന്നതെന്ന് പറയുന്നത്. സ്റ്റെം എപ്പോഴാണ് ഹാപ്പി ആവുന്നത്, സ്റ്റെം എന്താണ്, ഇലകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അതിൽ നിന്നൊരു ഫ്ലവർ, പൂ ഉണ്ടാവുമ്പോഴാണ് സ്റ്റെം ഹാപ്പി ആവുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ആക്ടിവിറ്റി എന്താ നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 8, മേക്ക് എ സിമിലർ സെന്റൻസ് യൂസിങ് ദ ക്ലൂസ് ഗിവൻ ബിലോ. ഓക്കെ, അപ്പൊ എന്താണ്, ഇവിടെ കുറച്ച് ക്ലൂസ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ മേലെ കണ്ടിരിക്കുന്ന പോലത്തെ ഒരു സിമിലർ പോം ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ ഫാദർ ബിക്കംസ് ഹാപ്പി വെൻ ഹിസ് ഫാമിലി ഈസ് സേഫ്. എന്താണ്, ഒരു അച്ഛൻ എപ്പോഴാണ് സന്തോഷിക്കുന്നത്, ആ അച്ഛന്റെ കുടുംബം സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ് ഒരു അച്ഛൻ ഹാപ്പി ആവുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ഫാമിലി സേഫ് ആയിട്ട്, എന്താണ്, ഹെൽത്തി, പിന്നെ എന്താണ്, ഫാമിലിന്റെ ഹെൽത്തി, അതേപോലെ അവര് നല്ല രീതി, കുട്ടികൾ നന്നായിട്ട് പഠിക്കുക, അതേപോലെ ഫാമിലി നല്ല രീതിയിൽ സേഫ് ആയിട്ടിരിക്കുമ്പോഴാണ് എന്താണ്, കുടുംബത്തിലെ അച്ഛന്മാർക്ക് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം അതിന്റെ എക്സാമ്പിൾ ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട് ക്ലൂസ്, അത് വെച്ചിട്ട് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ടീച്ചർ കൊടുത്തിട്ടുണ്ട്, മദർ കൊടുത്തിട്ടുണ്ട്, ഫാദർ കൊടുത്തിട്ടുണ്ട്, ഗ്രാൻഡ് ഫാദർ കൊടുത്തിട്ടുണ്ട്, കിഡ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതും കൊടുത്തിട്ടുണ്ട്. ഗെറ്റ്സ് ലവ്, സ്റ്റുഡൻസ് ലേൺ വെൽ. സ്റ്റുഡൻസ് ലേൺ വെൽ എന്തായിരിക്കും, ടീച്ചർ ആയിരിക്കും. ഗെറ്റ്സ് കെയർ, പിന്നെ ഗെറ്റ്സ് എ ടോയ്, ടോയ് എന്തായിരിക്കും, കിഡ്സ് ആയിരിക്കും. ഫാമിലി ഈസ് സേഫ്, അതെന്തായിരിക്കും, ഫാദർ ആയിരിക്കും. മദർ എന്തായിരിക്കും, ഗെറ്റ്സ് ലവ് ആയിരിക്കും. പിന്നെ ഗ്രാൻഡ് ഫാദർ എന്തായിരിക്കും, ഗെറ്റ്സ് കെയർ ആയിരിക്കും. അപ്പം എന്താണ്, ഇത് വെച്ചിട്ട് നമുക്ക് നമ്മൾ നേരത്തെ കണ്ട പോം പോലെ ഒരു പോം ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കിയാലോ.
Make similar sentence using in the clues given below. അപ്പോൾ നമുക്ക് ഇത് വെച്ച് എഴുതാം. A teacher becomes happy when students learn well. Students learn well. കുട്ടികൾ നന്നായിട്ട് പഠിക്കുമ്പോൾ എന്താണ്? ടീച്ചർ ഹാപ്പി ആവും. A mother becomes happy when she gets love. എന്താണ്? അമ്മ എപ്പോഴാണ് സന്തോഷവതിയായിരിക്കുക? അമ്മേനെ കുട്ടികളും വീട്ടിലുള്ള എല്ലാവരും തിരിച്ച് സ്നേഹം കൊടുക്കുമ്പോഴാണ് അമ്മ ഹാപ്പി ആയിരിക്കുക. A grandfather becomes happy when he gets care. എന്താണ്? അവരെ കെയർ ചെയ്യുക. ഗ്രാൻഡ് ഫാദേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരോട് ബഹുമാനമായിട്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ചെറിയ ചെറിയ ആവശ്യങ്ങളായിരിക്കും, എന്തെങ്കിലും സാധനം എടുത്തു കൊടുക്കാനോ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുത്ത് അവരെ കെയർ ചെയ്യുമ്പോഴായിരിക്കും ആര് ഹാപ്പി ആവുക? ഗ്രാൻഡ് ഫാദേഴ്സ് അല്ലെങ്കിൽ ഗ്രാൻഡ് മദേഴ്സ് ഹാപ്പി ആവുക. പിന്നെന്താണ്? എ കിഡ് ബിക്കംസ് ഹാപ്പി വെൻ ഹി ഓർ ഷീ ഗെറ്റ്സ് ടോയ്. എന്താണ്? കളിക്കാൻ ടോയ്സ് കിട്ടുമ്പോഴാണ് എന്താ കുട്ടികൾ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ ഹാപ്പി ആയിരിക്കുക. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്, കൂട്ടുകാർക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കിയാലോ. ആക്ടിവിറ്റി നമ്പർ 9. ഹിയർ ഇസ് എ ഷോർട്ട് പോം അബൌട്ട് എ പാരറ്റ്. ഓക്കെ, റീഡ് ഇറ്റ്. അപ്പോൾ പാരറ്റിനെ കുറിച്ചുള്ള ചെറിയൊരു ഷോർട്ട് പോം കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. ഗ്രീൻ പാരറ്റ്, how do you cry? Screech, screech, screech goes my cry. എന്നാണ് പാരറ്റ് പറയുന്നത്. എന്താണ്? പച്ചത്തത്തെ നീ എങ്ങനെയാണ് കരയുക? സ്ക്രീച്ച് 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 എന്നാണ് കരയുക എന്ന്. ഗോസ് മൈ ക്രൈ, അങ്ങനെയാണ് ഞാൻ കരയുക എന്ന് തത്ത പറയാണ്. അപ്പൊ ഇതേപോലെ വേറെ ഇമേജസ് കൊടുത്താണ്, അത് വെച്ചിട്ട് നമുക്ക് പോം ഉണ്ടാക്കാനായിരിക്കും ആക്ടിവിറ്റി. നമുക്ക് നോക്കിയാലോ. ഇവിടെ ക്രോ കൊടുത്തിട്ടുണ്ട്. Now write 4 lines about a crow. Give a title to. അപ്പോൾ എന്താണ്? ടൈറ്റിലും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? Black crow, how do you cry? Craw, craw, craw goes my cry. അപ്പോൾ ടൈറ്റിൽ എന്ത് കൊടുക്കാം? ബ്ലാക്ക് ക്രോ എന്ന് കൊടുക്കാം. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ഫർദർ ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ, റൈറ്റ് എ സ്റ്റാൻസ അബൌട്ട് എ കാറ്റ്, ഗീവ് എ ടൈറ്റിൽ ടു. സെയിം തന്നെയാണ്. അപ്പം നമുക്കൊരു കാറ്റ് കൊടുത്തിട്ടുണ്ട്. കാറ്റിന്റെ കളർ എന്താണ്? വൈറ്റ് കളറാണ്. അപ്പം എന്താണ്? വൈറ്റ് കാറ്റ്, ഹൗ ഡു യു ക്രൈ? മ്യാവ് 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 ഗോസ് മൈ ക്രൈ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും കാര്യമായിട്ടില്ല. നെക്സ്റ്റ് വൺ, ആക്ടിവിറ്റി 10. ഒബ്സർവ് ദ ബേർഡ്സ് around you and prepare a bird watching diary in your notebook. ഓക്കെ, അപ്പം എന്താണ് ബേർഡ് വാച്ചിങ്? ബേർഡ് വാച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻസ് നോർമലി എല്ലാ സ്റ്റുഡൻസും ചെയ്യും, പക്ഷെ ബേർഡ്സിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ അല്ലെങ്കിൽ സയൻസ് സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ കൂടുതലായിട്ട് ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ബേർഡ് വാച്ചിങ്. ഓക്കെ, അപ്പോൾ ബേർഡ് വാച്ചിങ് നമ്മൾ നോർമലി ചെയ്യാറ് ഏത് ടൈമുണ്ട് എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ്. ഓക്കെ, ഒരു 6:30 to 7:30 or 6:30 to 8:30 വരെ പീക്ക് ടൈമാണ്. അതേപോലെ ഈവനിങ് ഒരു 4:30 to 6:30 വരെ എന്താണ് ഈ ബേർഡ്സിനെ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ബേർഡ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പീക്ക് ടൈമാണ്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡാറ്റ വേണമെങ്കിൽ ഈ രണ്ട് ടൈം മോർണിംഗ് സെക്ഷനിലോ അല്ലെങ്കിൽ ഈവനിങ് സെക്ഷനിലോ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഈ ആഫ്റ്റർനൂൺ സെക്ഷനിലൊക്കെ ബേർഡ്സ് ഒക്കെ സൈലന്റ് ആയിരിക്കും. എന്താ വെച്ചാൽ സൂര്യൻ ഭയങ്കര പീക്കായിട്ട് നിൽക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ബേർഡ്സ് ഒക്കെ ഏതെങ്കിലും ഷാഡോസിലൊക്കെ റെസ്റ്റ് ചെയ്യുന്ന ടൈം ആയിരിക്കും. ആ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ബേർഡ്സിനെ കാണാനുള്ള ചാൻസസ് കുറവാണ്. ഒന്നെങ്കിൽ മോർണിംഗ് ടൈം അല്ലെങ്കിൽ ഈവനിങ് സൈലന്റ് ടൈമിലാവുമ്പം ഇവരുടെ ആക്ടിവിറ്റീസ് കൂടുതലായിരിക്കും. ആ സമയത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേർഡ്സിനെ കാണാവുന്ന എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ബേർഡ് വാച്ചിങ് ഡയറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ത് എഴുതണം? ഡേറ്റ് ആൻഡ് ടൈം. നമ്മൾ ഏത് ദിവസമാണ് ഏത് സമയമാണ് ബേർഡിനെ വാച്ച് ചെയ്തതെന്ന് എഴുതാം. നെയിം ഓഫ് ദ ബേർഡ്, ഏതൊക്കെ ബേർഡ്സിനെയാണ് എഴുതി. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെ ഓരോ ദിവസങ്ങളിൽ ഏതൊക്കെ ടൈമിലാണ് ഏത് ബേർഡിനെയാണ് നിങ്ങൾ കണ്ടത്. പിന്നെ ആ ബേർഡിൻ്റെ ബോഡിയിലെ കളർ നമുക്ക് എഴുതാം. പിന്നെ സൈസ്, മീഡിയം സൈസ് ആണോ കണ്ടത്, ലാർജ് ആണോ, ബിഗ് ആണോ, അങ്ങനെ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ട് അത് എഴുതാം. ആക്ഷൻസ് എന്താണ്? അവർ ഫ്ലൈ ചെയ്യായിരുന്നോ, പാടുകയായിരുന്നോ, ഡൈവ് ചെയ്യായിരുന്നോ? ഡൈവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിങ് ഫിഷേഴ്സ് ഒക്കെ ഡൈവ് ചെയ്തിട്ട് മീൻ പിടിക്കും, അതാണ് ഇവിടെ ഡൈവിംഗ് എന്ന് കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്താ, ഈറ്റിംഗ് ആണോ, നെസ്റ്റിൽ ഇരിക്കുകയാണോ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഏത് എഴുതാം അങ്ങനെയല്ല, നിങ്ങൾ എന്താണോ ബേർഡ് വാച്ചിങ്ങിന്റെ സമയത്ത് ആ ബേർഡ് ചെയ്യുന്നത് കണ്ട് അത് എഴുതാം. വേർ ഡിഡ് യു സീ, എവിടെയാണ് നിങ്ങൾ കണ്ടത്? ഓൺ ദ ട്രീ, ഓൺ ദ ഗ്രൗണ്ട്, ഇൻ ദ പോണ്ട്, ബിസൈഡ്സ് മൈ ഹോം, വീടിൻ്റെ അടുത്ത്. ഓക്കെ, ഈസി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇതേപോലെ ഒരു ടേബിൾ വരച്ചിട്ട് ഈ ക്രൈറ്റീരിയാസ് ഒക്കെ സൈഡിൽ കൊടുത്തിട്ട് ഇവിടെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെ 1 വീക്കോ 1 മന്തോ നിങ്ങൾക്ക് ബേർഡ് വാച്ചിങ് ചെയ്തിട്ട് നിങ്ങളുടെ ബേർഡ് വാച്ചിങ് ഡയറി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
അടുത്തത് നമുക്ക് നോക്കാം. ഇവിടെ റീഡ് ആൻഡ് റിജോയ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റോറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൂ ഇസ് സ്ട്രോങ്ങർ, ആരാണ് സ്ട്രോങ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ സ്റ്റോറി ഒന്ന് വായിച്ച് സന്തോഷിക്കാം. One day the sun and the wind were arguing about their strength. അപ്പം എന്താണ്, ഒരു ദിവസം സൂര്യനും കാറ്റ് വിൻഡും കൂടെ എന്താണ് ആർഗ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയായിരുന്നു. ആർക്കാണ് കൂടുതൽ ശക്തിയുള്ളത്, സ്ട്രെങ്ത് ഉള്ളത്. അപ്പം വിൻഡ് പറയാണ്, ലുക്ക് ഐ എം സ്ട്രോങ്, ഐ ക്യാൻ ബ്ലോ എവേ എനിത്തിങ്. അപ്പം വിൻഡ് പറയാണ്, ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്, എനിക്ക് എന്തിനു വേണമെങ്കിലും ഊതി പറപ്പിക്കാൻ പറ്റും. ഓക്കെ എന്ന് ആര് പറയാണ്, വിൻഡ് പറയാണ്. അപ്പൊ സൺ എന്താ പറയാ, നോ ഐ ആം സ്ട്രോങ്ങർ ദാൻ യു. അപ്പൊ സണ്ണ് പറയാണ്, ഞാൻ നിങ്ങളെയും കാട്ടി സ്ട്രോങ്ങർ ആണ്. ഐ ക്യാൻ മേക്ക് എവറിത്തിങ് വാം, എനിക്ക് എന്താണ് എല്ലാത്തിനെയും ചൂടാക്കി വെക്കാനുള്ള ശക്തിയുണ്ട്, ഞാനാണ് നിന്നെക്കാട്ടും സ്ട്രോങ്ങർ എന്ന് സണ്ണ് പറയാണ്. ദേ സോ എ മാൻ വാക്കിംഗ്. അപ്പൊ എന്താണ്, അതിൽ കൂടെ ഒരു മനുഷ്യൻ, ഒരാള് നടന്നു പോകുകയായിരുന്നു. ഐ ക്യാൻ ബ്ലോ എവേ ഹിസ് ഷർട്ട്. അപ്പൊ എന്താണ്, വിൻഡ് പറയാണ്, എനിക്ക് അവന്റെ ഷർട്ട് ഊതി പറപ്പിക്കാൻ കഴിയുമെന്ന് വിൻഡ് സണ്ണിനോട് പറയുകയാണ്. ഓക്കെ, അടുത്ത എന്താ സംഭവിച്ചത് നോക്കാം. The wind started to blow. എന്താണ്, കാറ്റ് വീശാൻ തുടങ്ങി. The wind tried to take away man's shirt, but he held on to it. How cold it is. അപ്പൊ എന്താണ്, വിൻഡ് എന്താണ്, കാറ്റ് ആഞ്ഞു വീശിയിട്ട് ആ ആളുടെ ഷർട്ട് ഊതി പറപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്താണ്, പിന്നെ അയാള് ആ ഷർട്ട് ഇട്ടത് കാരണം ആ ഷർട്ടിനെ അയാൾ എന്താക്കി, പിടിച്ചു വെച്ചു എന്ന് പറഞ്ഞാല് അയാൾ ഷർട്ട് ഇട്ടത് കാരണം ഷർട്ട് പറന്നു പോയില്ല. ഓക്കെ, നൗ ഇറ്റ്സ് മൈ ടേൺ. അപ്പൊ എന്താണ്, കാറ്റ് മാക്സിമം ശ്രമിച്ചിട്ടും എന്താണ്, അയാളുടെ ഷർട്ട് ഊരാനോ അല്ലെങ്കിൽ പറപ്പിച്ചു കളയാനോ കാറ്റിന് സാധിച്ചില്ല. അപ്പൊ അടുത്തത് എന്താണ് സൂര്യൻ പറയുന്നത്, അടുത്തത് എന്റെ ടേൺ ആണ്, എന്റെ അവസരമാണെന്ന് സൂര്യൻ പറയാണ്. ദ സൺ സ്റ്റാർട്ടഡ് ബ്ലേസിങ്. എന്താണ്, സൂര്യൻ നന്നായിട്ട് പ്രകാശം ഭൂമിയിലേക്ക് വിടാൻ തുടങ്ങി. ദ മാൻ ടുക്ക് ഓഫ് ഹിസ് ഷർട്ട്. അപ്പൊ എന്താണ്, ചൂട് കാരണം എന്താക്കി, അയാളുടെ ഷർട്ട് ഊരി. What a strange day. It's cold earlier, now it's hot. അപ്പൊ ഇയാൾ പറയാണ്, ആദ്യം എന്തായിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നു, കാറ്റ് കാരണം ഭയങ്കര തണുപ്പായിരുന്നു, ഇപ്പൊ ഈ സൂര്യൻ കാരണം ചൂട് കാരണം ഭയങ്കര ചൂടാണെന്ന് അയാൾ പറയുകയാണ്. ഓക്കെ, ഐ എഗ്രി, യു ആർ സ്ട്രോങ്ങർ ദാൻ മീ. അപ്പൊ എന്താണ്, വിൻഡ് സമ്മതിച്ചു, എന്നെക്കാളും സ്ട്രോങ്ങർ സൂര്യനാന്ന് കാറ്റ് സമ്മതിച്ചു. യു ആർ ടു. അപ്പം നിങ്ങളും സ്ട്രോങ് ആണെന്ന് ആര് പറയാണ്, സൺ പറയാണ്. ഇൻ യുവർ ഓൺ വേ. അപ്പം നിങ്ങളും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ സ്ട്രോങ് ആണെന്ന് സൂര്യൻ വിൻഡിനോട് പറയാണ്. ദേ ലിവ്ഡ് ഇൻ ഹാർമണി ദെയർ ആഫ്റ്റർ. അത് കഴിഞ്ഞ് എന്താണ്, അവർ പരസ്പരം സമാധാനത്തോടെ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യാതെ മുന്നോട്ട് ജീവിച്ചു തുടങ്ങി. ഓക്കെ, ഇതാണ് സ്റ്റോറി. റീകാസ്റ്റ് ഇത് സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. അപ്പൊ എന്താണ്, ഇവിടെ നമ്മുടെ ഇപ്പൊ സ്റ്റോറി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇൻ ഹാർമണി എന്ന് പറയുന്നത്. അപ്പൊ ആ ഹാർമണി എന്ന് പറയുന്ന സ്റ്റോറിയിൽ കുറച്ച് പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചേഴ്സ് വെച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ ഒരു സ്റ്റോറി എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഹൂ വോക്ക് അപ്പ് റോക്കി, ആരാണ് റോക്കിനെ എണീപ്പിച്ചത്. പിന്നെന്താ, വാട്ട് ഡിഡ് റോക്കി സീ, പൂച്ച സ്ക്യുറലിനെ ഓടിക്കുന്ന രംഗമാണിത്. പിന്നെന്താ, വാട്ട് ഡിഡ് ക്രോ ഡു, ക്രോ എന്താണ്, പട്ടീൻ്റെ കയ്യിലുള്ള ബോൺ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുന്ന അങ്ങനത്തെ ഒരു സീൻ. വാട്ട് ഡിഡ് റോക്കി ഡു ദെൻ, അത് കഴിഞ്ഞിട്ട് റോക്കി എന്താണ് ചെയ്തത്. ഓക്കെ, പിന്നെ എന്താണ്, കാക്ക റോക്കിന്റെ അടുത്ത് നിന്ന് ബോൺ സ്നാച്ച് ചെയ്ത് ഓടുന്ന പിക്ചറാണിത്. പിന്നെ ഇവിടെ എന്താണ്, കാറ്റും മഴയത്തും മരത്തിന്റെ ചില്ല പൊട്ടി താഴെ വീണപ്പോൾ എന്താണ്, ക്രോവിന്റെ കൂട്, നെസ്റ്റും അതേപോലെ ഹാച്ച്ലിങ്സും നിലത്ത് വീഴുകയാണ്. അതോടൊപ്പം എന്താണ്, ക്രോ മരത്തിന്റെ അടിയിൽ അകപ്പെട്ടു പോവാണ്. അപ്പൊ എന്താണ്, പപ്പി ഈ മരച്ചില്ല മാറ്റിയിട്ട് ക്രോവിനെ രക്ഷപ്പെടുത്തുന്ന ഒരു സീനാണ്, പിക്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് സിമ്പിൾ ആണ്, നമ്മൾ ഓൾറെഡി സ്റ്റോറി പഠിച്ചതാണ്, സ്റ്റോറി എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം, റീകാസ്റ്റ് ചെയ്യാം. റോക്കി ആരാണ്, റോക്കി പപ്പി. എ പ്ലേഫുൾ ഡോഗ് വാസ് സ്ലീപ്പിംഗ് അണ്ടർ എ ട്രീ. എന്താണ്, ഡോഗ് എന്താണ്, മരത്തിന്റെ അടിയിൽ ഉറങ്ങുകയായിരുന്നു. എ ക്രോ പ്രീച്ച്ഡ് ഓൺ ദ ബ്രാഞ്ച് അബവ് woke up him. അപ്പൊ എന്താണ്, ക്രോ അവിടെ കിടന്ന് പേർച്ച് ചെയ്ത സമയത്ത് എന്താണ്, പ്രീച്ച്ഡ് അല്ല പേർച്ച്ഡ് ആണ്. പേർച്ച് ചെയ്തപ്പം എന്താണ്, റോക്കി പപ്പി അത് ശബ്ദം കേട്ട് എണീറ്റു. റോക്കി ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് സോ സം പപ്പീസ് പ്ലേയിങ് നിയർ എ ട്രീ.
അതിൻ്റെ അടുത്ത് കുറച്ച് പപ്പീസ് കളിക്കുന്നുണ്ടായിരുന്നു. ദ ക്രോ ഫ്ലൂ അവേ കൗവിങ് ആസ് ഇറ്റ് വെന്റ്. അപ്പം എന്താണ്, കാക്ക അവിടെ നിന്ന് ക്രോ ക്രോ എന്ന് പറഞ്ഞ് കൗ സൗണ്ട് ഉണ്ടാക്കി പറന്നുപോയി. റോക്കി, ക്യൂരിയസ് ആൻഡ് എക്സൈറ്റഡ്, ചേസ്ഡ് ആഫ്റ്റർ സംതിങ് മേ ബി എ ബോൺ. എന്താണ്, റോക്കി എന്താണ് അവിടെ നിന്ന് ക്യൂരിയസ് ആയിട്ട് എണീറ്റ് ഓടി ഒരു ബോണിനെ ചേസ് ചെയ്തു. ബോൺ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബോൺ ഉണ്ടായിരുന്നു. ആ ബോൺ എടുക്കാൻ വേണ്ടി റോക്കി ഓടി. ബട്ട് ബിഫോർ ഹി കുഡ് എൻജോയ് ഇറ്റ്, ദ ക്രോ swooped down and snatched the bone from him. അപ്പം എന്താണ്, അപ്പം പട്ടിയാണ് ഫസ്റ്റ് ബോൺ കാണുന്നത്. എന്ത് ചെയ്യുന്നത്, ആ ബോൺ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിലെടുക്കുന്നതും. പക്ഷെ എന്താണ്, ക്രോ ഇത് കാണുകയും പട്ടീൻ്റെ കയ്യിലുള്ള ബോൺ തട്ടിപ്പറിച്ച് പറന്നു പോവുകയും ചെയ്തു. ഓൺ എ റെയിനി ഡേ എ സ്ട്രോങ് വിൻഡ് കെയിം ആൻഡ് ബ്ലൂ ഡൗൺ ദ ക്രോസ് നെസ്റ്റ് ഫ്രം ദി ട്രീ. എന്താണ്, ഒരു ദിവസം വലിയൊരു മഴ വരികയും കാറ്റടിക്കുകയും അതേപോലെ കാറ്റടിച്ചിട്ട് കാക്കേൻ്റെ കൂട് നിലത്ത് വീണ് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഓക്കെ, പൊട്ടി നിലത്ത് വീഴുകയും കുഞ്ഞുങ്ങളൊക്കെ സ്കാറ്റർ ചെയ്ത് പോവുകയും ചെയ്തു. ദ ക്രോ ഫെൽ ഇൻ ടു ദ ഗ്രൗണ്ട് വിത്ത് ദ ട്വിഗ്സ് ആൻഡ് ലീവ്സ് സ്കാറ്റേർഡ് അറൗണ്ട്. അപ്പം എന്താണ്, മദർ ക്രോ എന്തായി, ഒരു മരച്ചില്ലേൻ്റെ ഇടയിൽ കുടുങ്ങിയും പോയി. അപ്പം എന്താണ് റോക്കി കാണുന്നത്, റോക്കി സീയിങ് ദ ക്രോ ഇൻ ട്രബിൾ ഹെൽപ്ഡ് ബൈ ലിഫ്റ്റിംഗ് എ ബ്രാഞ്ച് ഓഫ് ദ ക്രോ. അപ്പം എന്താണ്, ഇത് കണ്ടിട്ട് റോക്കി പപ്പി എന്ത് ചെയ്തു, ആ മരച്ചില്ല അവൻ്റെ വാ കൊണ്ട് നീക്കി കൊടുത്ത് മദർ ക്രോനെ രക്ഷപ്പെടുത്തുന്ന ഒരു സീനാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് മലയാളത്തിൽ ചിന്തിച്ചിട്ട് ഇംഗ്ലീഷിലേക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. അടുത്തതും ഇതേപോലെ കുറച്ച് പിക്ചേഴ്സ് നമ്മൾ ഓൾറെഡി മുന്നേ ചെയ്തതുപോലെ ഇതാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും വരിക. ഓക്കെ, ഇതേപോലെ കുറച്ച് പിക്ചേഴ്സ് വന്നിട്ട് ഇതിൽ നിന്ന് സ്റ്റോറി ഉണ്ടാക്കാൻ. ഒബ്സർവ് ദ പിക്ചർ, റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്ന സ്പേസിൽ ഇവിടെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര സിമ്പിളാണ്. ഇവിടെ ആരാണുള്ളത്, റാബിറ്റ് ഉണ്ട്. റാബിറ്റ് ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ്, ഒരു ഗ്രീൻ കളറായിട്ടുള്ള ലഷി ഗ്രീൻ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റിനെ സ്വപ്നം കാണുകയാണ്. പക്ഷെ എന്താണ്, റാബിറ്റ് നിൽക്കുന്ന സ്ഥലം എന്താണ്, ഒരു ഡെസേർട്ട് പോലെയുള്ള ഒരു പച്ചപ്പൊന്നും ഇല്ലാത്ത മരുഭൂമി പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പം എന്താണ് റാബിറ്റ് ചെയ്യുന്നത്, റാബിറ്റിൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള റാറ്റ്, എലി, പശു, കൗ, എലിഫന്റ്, ആന ആൻഡ് ബട്ടർഫ്ലൈ, പൂമ്പാറ്റ, ഇവരോടൊക്കെ ഈ കാര്യങ്ങൾ പറയുകയാണ്. ഓക്കെ, ഇവിടെ ക്രോയും കൂടിയുണ്ട്. ഈ പിക്ചർ ഇവിടെ കിട്ടാത്തതുകൊണ്ടാണ് ക്രോയും കൂടിയുണ്ട്. ഓക്കെ, അങ്ങനെ എന്താണ് നെക്സ്റ്റ് ചെയ്യുന്നത്, ഇവരോടൊക്കെ സംസാരിച്ച് നമുക്കൊരു ലഷി ഗ്രീൻ ഫോറസ്റ്റ് ഉണ്ടാക്കണം എന്ന് റാബിറ്റിന്റെ സ്വപ്നം ഇവരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യാണ്, ഫസ്റ്റ് റാറ്റ് എന്ത് ചെയ്യാണ്, റാറ്റിന് എന്ത് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, കുഴി കുഴിക്കാൻ, എല്ലായിടത്തും കുഴി മാന്തി പോകാനാണ് റാറ്റ് നോക്കുക. അപ്പം റാറ്റ് എല്ലായിടത്തും കുഴി കുഴിക്കുന്നുണ്ട്. കാക്ക എന്ത് ചെയ്യുന്നുണ്ട്, സീഡ്സ്, അവർ കഴിച്ച ഫ്രൂട്ട്സിന്റെ സീഡ്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടിടുന്നുണ്ട്. എലിഫന്റിന് എന്ത് ചെയ്യാൻ പറ്റും, എലിഫന്റിന്റെ ലോങ് ട്രങ്കില് വെള്ളം സ്റ്റോർ ചെയ്ത്, സ്ട്രീമിൽ നിന്ന് വെള്ളം സ്റ്റോർ ചെയ്തിട്ട് കൊണ്ടുവന്ന് ആ നട്ട വിത്തുകളുടെ മേലേക്ക് ഒഴിക്കുന്നുണ്ട്. കൗവിന് എന്ത് ചെയ്യാൻ പറ്റും, കൗഡങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചാണകം, പശുവിന്റെ ചാണകമൊക്കെ വളർന്നു വന്ന ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ വെള്ളം ഒഴിക്കുകയും ചാണകം ഇട്ട് കൊടുക്കുകയും അങ്ങനെ ഇവരെല്ലാവരും കൂടെ സംരക്ഷിച്ചപ്പോൾ എന്തായി, പ്ലാന്റ്സ് ഒക്കെ വലുതായി അതൊരു വലിയൊരു നല്ലൊരു ലഷി ഗ്രീൻ ഫോറസ്റ്റ് ആയിട്ട് മാറുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് ഇംഗ്ലീഷിലേക്ക് എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. ഒരു സ്റ്റോറി ആയിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നമുക്ക് നോക്കാം. In a sunny day, Rabbit was dreaming of a lush green forest. Okay, അപ്പോൾ എന്താണ്, റാബിറ്റ് ഒരു ലഷ് ഗ്രീൻ ഫോറസ്റ്റിന് സ്വപ്നം കാണുകയായിരുന്നു. The rabbit wanted to grow plants like those on his dream. അപ്പോൾ എന്താ, അവൻ സ്വപ്നം കണ്ടതുപോലെ പ്ലാന്റ്സിനെ വളർത്താൻ അവന് ആഗ്രഹമുണ്ടായിരുന്നു. So he gathered his friends. അപ്പോൾ എന്താണ്, അവൻ അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു കൂട്ടി. Baby rat, a crow, an elephant and a cow. First, the rat dug holes in the dry ground. എന്താണ്, എലി എന്ത് ചെയ്തു, ആ ഉണങ്ങിയ വരണ്ട ഭൂമിയിൽ ചെറിയ ചെറിയ കുഴികൾ കുഴിച്ചു. The crow dropped seeds into them. എന്താണ് കാക്ക ചെയ്തത്, എലി കുഴിച്ച കുഴിയിൽ ഓരോരോ വിത്ത് കൊണ്ടിട്ടു. എലിഫന്റ് എന്ത് ചെയ്തു, the elephant sprayed water to help the seeds grow. എന്താണ്, ഇട്ട വിത്ത് എന്താണ് വളർന്നു വരാൻ വേണ്ടിയിട്ട് എലിഫന്റ് വെള്ളം ഒഴിച്ചു. The cow added some cow dung, natural fertilizer ആയിട്ടുള്ള എന്താണ് വളമായിട്ടുള്ള പശു ചാണകം ഇട്ടുകൊടുത്തു. To make the plants grow faster, പെട്ടെന്ന് വളർന്നു വരാൻ വേണ്ടി.
സൂൺ ടൈനി പ്ലാന്റ്സ് സ്പ്രൗട്ടഡ് ഓൾ ഓവർ. എന്താണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് ചെറിയ ചെറിയ പ്ലാന്റ്സ് ചെറിയ ചെറിയ തണ്ടുകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. ബട്ടർഫ്ലൈസ് ആൻഡ് ബേർഡ്സ് ഫ്ലൂ ഇൻ. അപ്പം എന്താണ് ഇലകളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ബട്ടർഫ്ലൈസും ബേർഡ്സ് ഒക്കെ വരാൻ തുടങ്ങി. ദ റാബിറ്റ് ആൻഡ് ഫ്രണ്ട്സ് വെർ ഹാപ്പി സീയിങ് ഇതം their mini forest in the desert. അപ്പോൾ അത് ഫസ്റ്റ് ഒരു മരുഭൂമിയായി കിടക്കുകയായിരുന്നു. അപ്പോൾ എന്താണ് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ചെയ്തപ്പോൾ എന്താണ് അവിടെ ഒരു ചെറിയ ഗ്രീൻ മിനി ഫോറസ്റ്റ് ആയി. They danced and played among the growing plants. അവരെന്താണ് അവർ കളിച്ച് ആർമാദിച്ചു. ആ വളർന്നു വരുന്ന ചെടികളിൽ കണ്ടിട്ട് അവർ സന്തോഷത്തോടെ ആർമാദിക്കാൻ തുടങ്ങി. ആൻഡ് maybe one day their desert would be as green as that of the forest. അപ്പോൾ എന്താണ് ആ ഒരു മരുഭൂമി പിന്നീട് അവർക്കൊരു ഗ്രീൻ ഫോറസ്റ്റ് ആയിട്ട് മാറ്റാൻ സാധിച്ചു. ഓക്കെ, ഇവിടെയൊക്കെ എന്താണ് പറയുന്നത്? ഹാർമണി. ഒരുമിച്ച് എല്ലാവരും ആർഗ്യൂ ചെയ്യാതെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും കൂടെ പരിശ്രമിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും നടക്കും എന്നുള്ളൊരു ഇൻഫോർമേഷൻ ആണ് നമുക്ക് ഈ ഒരു പിക്ചർ സ്റ്റോറിയിലൂടെ കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ സെന്റൻസും കൂടെ വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ. അടുത്ത ആക്ടിവിറ്റി സിമ്പിൾ ആണ്, കൂട്ടുകാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്താണ് ഇവിടെ? ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ലിസ്റ്റ് ദ ആനിമൽസ് ഗിവൺ. ഇവിടെ എന്താണ് ഒരു ടേബിളിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ആനിമൽസിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പിക്ചറും നെക്സ്റ്റ് സ്ലൈഡിൽ ഒരു പിക്ചറും ഉണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആനിമൽസിന്റെ പേര് നിങ്ങൾ എന്താണ് കണ്ടുപിടിച്ചിട്ട് ഓരോ നമ്പർ ഈ ഒരു ബോക്സിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്, കൂട്ടുകാർക്ക് തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ആൽഫബറ്റിക് ഓർഡറിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ആനിമൽസിന്റെ പേര് എഴുതുക. ഓക്കെ, അതും ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നിങ്ങൾക്ക് നോക്കി എഴുതാം, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് എഴുതാവുന്നതുമാണ്. ഓക്കെ, അടുത്തത് എന്താണ്? ഒരു ഡിജി ടാസ്ക് ആണ്. ആക്ടിവിറ്റി നമ്പർ 14, വീഡിയോ ക്ലിപ്പ്. ഡു യു ഹാവ് എ പെറ്റ്? നിങ്ങൾക്കൊരു എന്താണ് പെറ്റ് ഉണ്ടോന്ന്, വളർത്തു മൃഗം ഉണ്ടോ? Try to video record the actions and movement of your pet with the audio commentary and send it to your teacher. അപ്പോൾ എന്താണ് നിങ്ങൾ എന്താണ് ഒരു യൂട്യൂബ് വീഡിയോസ് ഒക്കെ എടുക്കുന്ന പോലെ നിങ്ങളുടെ ക്യാമറ ഓൺ ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിലൊരു പട്ടിക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം? വീഡിയോ എടുക്കുക. വീഡിയോ എടുക്കുന്നത് കൂടെ നിങ്ങൾ അതിൻ്റെ കൂടെ സംസാരിക്കുക. ഓക്കെ, എൻ്റെ പപ്പിക്കുട്ടി ഇപ്പം എന്താണ് ഭക്ഷണം കഴിക്കുകയാണ്, അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ വീഡിയോ ക്ലിപ്സ് എടുത്തിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഓഡിയോ ഡയറി. Record an audio clip narrating an interesting event such as കലോത്സവം, സ്പോർട്സ് മീറ്റ് എക്സെട്ര ഹെൽഡ് ഇൻ യുവർ സ്കൂൾ. അതേപോലെ നിങ്ങളുടെ സ്കൂളിലും എന്താണ് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുമല്ലോ, അതും ഇതേപോലെ ഓഡിയോ ഡയറി ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇൻ ഹാർമണി എന്ന് പറയുന്ന സ്റ്റോറിയുടെ ഡീറ്റെയിൽഡ് ആക്ടിവിറ്റീസും മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തും കൊടുക്കണം. താങ്ക് യു സോ മച്ച്.